വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി കാർഷിക രംഗത്തെ വികസനം, ആധുനിക കൃഷിരീതികൾ, കർഷകരുടെ അഭിവൃദ്ധി എന്നിവയുടെ അടിത്തറ കെട്ടിപ്പടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലനിൽക്കുന്ന കൃഷി ജനസംഖ്യയുടെ പകുതിയോളം പേർക്ക് ഉപജീവന മാർഗമാണ്. കൂടാതെ ദേശീയ ഭക്ഷ്യസുരക്ഷയിലും നിർണായക ഘടകമാണ്. ഇത് മുൻനിർത്തിയാണ് മെയ് 29 മുതൽ ജൂൺ 12 വരെ രാജ്യവ്യാപകമായി വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ആരംഭിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷയും പോഷകസമൃദ്ധമായ ഭക്ഷണ ലഭ്യതയും ഉറപ്പാക്കുന്നതോടൊപ്പം കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്താനും ഭാവി തലമുറകൾക്കായി പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനും വിവിധ സംരംഭങ്ങളിലൂടെ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ശ്രമിച്ചു വരികയാണ്. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഉൽപാദന ചെലവ് കുറയ്ക്കുക, ഉൽപ്പന്നത്തിന് ന്യായമായ വില ഉറപ്പാക്കുക, പ്രകൃതി ദുരന്തങ്ങൾ മൂലമുള്ള നഷ്ടം നികത്തുക, മൂല്യവർദ്ധനവും ഭക്ഷ്യ സംസ്കരണവും ഉപയോഗിച്ച് വിള വൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, പ്രകൃതി ജൈവ കൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നീ 6 ഇന തന്ത്രങ്ങൾ മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനാണ് മെയ് 29 മുതൽ ജൂൺ 12 വരെ രാജ്യവ്യാപകമായി വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ആരംഭിക്കുന്നത്. ഈ വർഷം ഇന്ത്യ റെക്കോർഡ് കാർഷിക ഉൽപാദനമാണ് കൈവരിച്ചത്. ഖാരിഫ് നെല്ലുൽപാദനം 1206.79 ലക്ഷം മെട്രിക് ടൺ, ഗോതമ്പ് 1154.30 ലക്ഷം മെട്രിക് ടൺ, ഖാരിഫ് ചോളം 248.11 ലക്ഷം മെട്രിക് ടൺ, നിലക്കടല 104.26 ലക്ഷം മെട്രിക് ടൺ, സോയാബീൻ 151.32 ലക്ഷം മെട്രിക് ടൺ എന്നിങ്ങനെയാണ് വിള ഉൽപാദനത്തിന്റെ കണക്കുകൾ. എക്കാലത്തെയും ഉയർന്ന ഈ കണക്കുകൾ ഗണ്യമായ ഉൽപാദന വർധനയെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് ദേശീയ ഭക്ഷ്യശേഖരത്തെ പൂരിതമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ ലോകത്തിന്റെ ഭക്ഷ്യോത്പാദന കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ സുസ്ഥിരവും മികച്ച ഉൽപാദനവും വർദ്ധിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ഭക്ഷ്യ സഹകരണം ശക്തിപ്പെടുത്താൻ വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. विकसित भारत के निर्माण का अभियान चल रहा है और विकसित भारत के लिए विकसित कृषि, विकसित खेती और समृद्ध किसान ये जरूरी है. और हम सब जानते हैं कि आज भी कृषि भारतीय अर्थव्यवस्था की रीढ़ है. लगभग आधी आबादी के रोजगार का साधन है, आजीविका है. और इससे भी अगर आगे बढ़ के कहूं तो देश की खाद्य सुरक्षा का आधार है. 4 उद्देश्य कृषि विभाग के, कृषि किसान कल्याण के. एक, देश की खाद्य सुरक्षा सुनिश्चित करना. लगभग 145 करोड़ का हमारा देश, इसको भरपूर खाद्यान्न मिले, सब्जियां और फल की उपलब्धता भी हो, किसान की आजीविका ठीक चले, मतलब कृषि फायदे का धंधा बने, और खाद्यान्न तो मिले लेकिन पोषण युक्त उसका प्रयत्न करना. और चौथा, जो हमारे प्राकृतिक संसाधन है उनका संरक्षण करना, उनका उपयोग ऐसा करें कि वो आने वाली पीढ़ियों के लिए भी खाद्यान्न, फल और सब्जियां उत्पन्न करते रहे. ICAR-ന്റെ 113 ഗവേഷണ സ്ഥാപനങ്ങൾ, കാർഷിക സർവകലാശാലകൾ, സംസ്ഥാന ഗവൺമെന്റ് വകുപ്പുകൾ, നൂതനാശയങ്ങളുള്ള കർഷകർ, കർഷക ഉത്പാദക സംഘടനകൾ എന്നിവയുൾപ്പെടെ വിവിധ കാർഷിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ഏകീകരിക്കുന്നതാണ് വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ. ശാസ്ത്രീയ ഗവേഷണത്തെ കാർഷിക ആവശ്യങ്ങളുമായി സംയോജിപ്പിക്കുക എന്നതാണ് ഈ സഹകരണ സമീപനത്തിന്റെ ലക്ഷ്യം. മൊത്തം ഭക്ഷ്യധാന്യ ഉൽപാദനം 2023-24 3157.74 ലക്ഷം ടണ്ണിൽ നിന്ന് 2024-25 3309.18 ലക്ഷം ടണ്ണായി വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അറിയിച്ചു. കൂടാതെ പയർവർഗ ഉൽപാദനം 221.71 നിന്ന് 230.22 ലക്ഷം ടണ്ണായി ഉയർന്നു. അതേസമയം എണ്ണക്കുരുക്കളുടെ ഉൽപാദനം
384 നിന്ന് 416 ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിച്ചു. ഖാരിഫ്, റാബി വിളകളുടെ വിതയ്ക്കൽ സീസണുകൾക്ക് മുൻപ് എല്ലാ വർഷവും ഈ ക്യാമ്പയിൻ ആരംഭിക്കും. സമീപകാലത്ത് നടന്ന സംസ്ഥാന കൃഷിമന്ത്രിമാരുടെ ഖാരിഫ് സമ്മേളനത്തിൽ കാർഷിക ഗവേഷണത്തിന്റെ പ്രായോഗികതല നടപ്പാക്കൽ ഉറപ്പാക്കുന്നതിനായി ഈ സംരംഭം ആരംഭിക്കാൻ തീരുമാനിച്ചു. നിലവിൽ ഏകദേശം 16,000 കാർഷിക ശാസ്ത്രജ്ഞർ ഗവേഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ കർഷകർക്ക് നേരിട്ട് പ്രാപ്യവും ഉപയോഗപ്രദവുമാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. സംരംഭത്തിന്റെ ഭാഗമായി 4 ശാസ്ത്രജ്ഞർ ഉൾപ്പെടുന്ന 2170 വിദഗ്ധ സംഘങ്ങൾ മെയ് 29 മുതൽ ജൂൺ 12 വരെ 723 ജില്ലകളിലായി 65,000-ലധികം ഗ്രാമങ്ങൾ സന്ദർശിക്കും. കാർഷിക സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് വകുപ്പുകൾ, നൂതനാശയങ്ങളുള്ള FPOകൾ എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഈ സംഘങ്ങളിൽ ഉൾപ്പെടും. പ്രതിദിനം വിവിധ സമയങ്ങളിൽ പ്രത്യേക സെഷനുകളിലൂടെ ഇവർ കർഷകരുമായി നേരിട്ട് സംവദിക്കും. പ്രാദേശിക കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ, മണ്ണിന്റെ പോഷക പ്രൊഫൈലുകൾ, ജലലഭ്യത, മഴയുടെ രീതികൾ എന്നിവ സംഘം വിലയിരുത്തും. സോയിൽ ഹെൽത്ത് കാർഡുകൾ ഉപയോഗിച്ച് അവർ ഉചിതമായ വിളകൾ, ഉയർന്ന വിളവ് നൽകുന്ന വിത്തിനങ്ങൾ, അനുയോജ്യമായ വിതയ്ക്കൽ സാങ്കേതിക വിദ്യകൾ, സന്തുലിത വള ഉപയോഗം എന്നിവയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകും. കാർഷിക ചെലവ് കുറയ്ക്കുന്നതിനും മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കും. പ്രധാനമായും ഒരു ഉഭയകക്ഷി ഇടപെടലായിട്ടാണ് ക്യാമ്പയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കർഷകർ അവർ നേരിടുന്ന വെല്ലുവിളികൾ പങ്കിടുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും കീടബാധ പോലുള്ള ഫീൽഡ് തല പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇത് ഭാവി ഗവേഷണ മേഖലയ്ക്ക് വിജ്ഞാനപ്രദമാകും. 731 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെയും ICAR ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ ശക്തി ഉപയോഗപ്പെടുത്തി ഒരേ സമയം ശാസ്ത്ര കാർഷിക പുരോഗതി ഉറപ്പാക്കുന്നതാണ് ഈ സംരംഭം. 1.3 കോടിയിലധികം കർഷകരുമായി നേരിട്ടുള്ള ഇടപെടലോടെ രാജ്യത്തെ കാർഷിക മേഖലയുടെ പരിവർത്തനത്തിലും അവബോധത്തിലും ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിക്കാൻ നൂതനവും സമഗ്രവുമായ ഈ പ്രചരണ പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നു. കാർഷികോൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് മെയ് 29 ആരംഭിക്കുന്ന വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ. ഇന്ത്യൻ കാർഷിക മേഖലയുടെ പരിവർത്തനത്തിലേക്ക് ഈ സംരംഭം വഴി തുറക്കും. ഇതിലൂടെ കൃഷി ലാഭകരമാക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, ഭക്ഷ്യധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, എല്ലാ പൗരന്മാർക്കും പോഷകസമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ജനസംഖ്യയുടെ പകുതിയോളം പേരുടെയും ഉപജീവനമാർഗം പിന്തുണയ്ക്കുന്ന കൃഷി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. വരാനിരിക്കുന്ന ഖാരിഫ് സീസണിന് മുന്നോടിയായി ഒരു രാഷ്ട്രം, ഒരു കൃഷി, ഒരു ടീം എന്ന മനോഭാവത്തോടെ നടത്തുന്ന ഈ ക്യാമ്പയിൻ രാജ്യത്തെ കാർഷിക രംഗത്ത് നിർണായകമാകുമെന്നത് തീർച്ചയാണ്.